നിയമാവർത്തനം 27-ാം അധ്യായം. മോശയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളെല്ലാം പാലിക്കുവിൻ. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്തായിരിക്കുന്ന നാളിൽ നീ വലിയ ശിലകൾ സ്ഥാപിച്ച് അവ കുമ്മായം പൂശണം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് തരുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പ്രവേശിക്കാനായി നീ കടക്കുമ്പോൾ ഈ നിയമത്തിലെ വാക്കുകളെല്ലാം നീ അവയിൽ എഴുതണം. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്നു ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന ഈ ശിലകൾ ഏബാൽ പർവ്വതത്തിൽ സ്ഥാപിച്ച് അവ കുമ്മായം പൂശണം. അവിടെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു ബലിപീഠം, കല്ലുകൊണ്ടുള്ള ബലിപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പ് പായിക്കരുത്. ചെത്തിയൊരുക്കാത്ത കല്ലുകൾ കൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠം പണിയേണ്ടത്. അതിന്മേൽ നിന്റെ ദൈവമായ കർത്താവിന് നീ ഹോമയാഗങ്ങൾ അർപ്പിക്കണം. സമാധാന ബലികൾ നീ അർപ്പിക്കുകയും അവിടെ വെച്ച് ഭക്ഷിച്ച് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുകയും വേണം. ആ കല്ലുകളിന്മേൽ ഈ നിയമത്തിലെ എല്ലാ വാക്കുകളും സൂക്ഷ്മമായും വ്യക്തമായും നീ എഴുതണം. മോശയും ലേവായ പുരോഹിതരും ഇസ്രായേൽ മുഴുവനോടും ഇപ്രകാരം പ്രസ്താവിച്ചു: ഇസ്രായേലേ, നിശബ്ദമായി കേൾക്കുക. ഇന്നു നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കുകയും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്യുക. അന്ന് തന്നെ മോശ ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗെരിസീം മലയിൽ നിൽക്കണം. റൂബൻ, ഗാദ്, ആഷേർ, സെബുലൂൻ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ മലയിൽ ശാപത്തിനായും നിൽക്കണം. അപ്പോൾ ലേവായർ ഓരോ ഇസ്രായേൽക്കാരനോടും ഉച്ചസ്വരത്തിൽ മറുപടിയായി പറയണം: ശില്പിയുടെ കരവേലയായി കർത്താവിന് നിന്ദ്യമായ വിഗ്രഹമോ വാർപ്പുരൂപമോ ഉണ്ടാക്കി രഹസ്യത്തിൽ വയ്ക്കുന്നയാൾ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പ്രതിവചനമായി പറയണം: ആമേൻ. പിതാവിനെയോ മാതാവിനെയോ അവമതിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. നിന്റെ അയൽക്കാരൻ്റെ അതിർത്തി മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പ്രവാസി, അനാഥൻ, വിധവ എന്നിവരുടെ ന്യായം അട്ടിമറിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. സ്വപിതാവിൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്തെന്നാൽ തൻ്റെ പിതാവിൻ്റെ ഉടയാടയാണ് അവൻ അനാവരണം ചെയ്യുന്നത്. ജനമെല്ലാം പറയണം: ആമേൻ. ഏതു മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തൻ്റെ പിതാവിൻ്റെ മകളോ മാതാവിൻ്റെ മകളോ ആയ സഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അമ്മായി അമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തൻ്റെ അയൽക്കാരനെ രഹസ്യത്തിൽ വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. രക്തപാതകയില്ലാത്തവനെ ഹനിക്കാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. ഈ നിയമത്തിൻ്റെ വാക്കുകൾ അനുഷ്ഠിക്കേണ്ടതിന് അവ മുറുകെ പിടിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ.